ഒരു മാൻഡ്രക്കിന്റെ സംഭവമാണ്. അതായത് ഇപ്പൊ നമ്മള് ജൂനിയർ മാൻഡ്രക്ക്, സീനിയർ മാൻഡ്രക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു മാൻഡ്രക്കായി മാറിയോ ഹാരിക്കൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാരിക്കൻ ഒരു മാൻഡ്രക്കായോ? കാരണം ഹാരിക്കൻ ഇപ്പൊ വരുന്നത് നമുക്ക് അറിയാം, മാൻഡ്രക്കുമാരുടെ അല്ലെങ്കിൽ മാൻഡ്രക്ക് അല്ലെങ്കിൽ ജൂനിയർ മാൻഡ്രക്ക് അല്ലെങ്കിൽ സീനിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ മാൻഡ്രക്ക് ആയിട്ടുള്ള ഒരു ക്ലബിൽ നിന്നാണ് ഹാരിക്കൻ വരുന്നത്. ടോട്ടനം പോലത്തെ ഒരു ക്ലബ്ബ്. അതായത് ട്രോഫി ഒരിക്കലും നേടൂല എന്ന് എന്താണ് പറയാ, എഴുതി ഒപ്പിട്ട് അല്ലെങ്കിൽ എന്താണ് അത്രയും നിശ്ചയദാർഢ്യത്തോട് അത്രക്കും എന്താണ് ഉറപ്പോട് കൂടിയിട്ട് ഉള്ളൊരു ടീമിൽ നിന്ന് വന്നൊരു പ്ലെയറാണ് ഹാരിക്കൻ. ഹാരിക്കൻ വന്നപ്പോൾ ബയേൺ എന്തായിട്ടുള്ളത്, ബയേൺ അതിന്റെ ശേഷം, ഇത് ഹാരിക്കൻ വന്നതിന് ശേഷം ബയേൺ എന്താണ് അവരെ എന്താണ് പറയാ, ജർമ്മൻ സൂപ്പർ കപ്പ് DFB പോക്കലിൽ നിന്ന് അവര് പുറത്തായി. അതേപോലെ തന്നെ എന്താണ് കുറെ ഇതിൽ നിന്ന്, അതായത് അവർക്ക് ജർമ്മൻ കപ്പിൽ നിന്നും എന്താണ് പല പല കപ്പിൽ നിന്നും ഇതിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ട്. അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ അവരെ ലീഗില്, ബയൺ മ്യൂണിക്കിന്റെ മെയിൻ ലീഗിൽ പോലും എന്താണ് ബുണ്ടസ് ലീഗിൽ പോലും അവരിപ്പോ 2ാം സ്ഥാനത്താണ്. ലെവർകൂസനായിട്ടുള്ള കളിയിൽ ഇന്ന് മാച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ ലെവർകൂസനും ബയൺ മ്യൂണിക്കും കളിയിൽ ഇപ്പൊ ഇന്ന് ലെവർകൂസൻ ജയിക്കുകയാണെങ്കിൽ ലെവർകൂസന് ഫ്രണ്ടിൽ കയറാം, ബയൺ മ്യൂണിക്ക് ജയിക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിക്ക് അല്ലതല്ല. നേരെ മറിച്ച് ലെവർകൂസൻ എന്ന് പറഞ്ഞാൽ അൺബീറ്റൺ ആയി ഇത്രയും മാച്ചുകൾ തോൽക്കാണ്ട്, എത്ര 32 മാച്ച് എനിക്ക് തോന്നുന്നത്, 32 മാച്ചിൽ തോൽക്കാണ്ട് അത്രയും വലിയ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലെവർകൂസൻ. ബയൺ മ്യൂണിക്ക് തോക്കും ജയിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു കഷ്ടപ്പെട്ടിട്ട് അവരൊപ്പം പിടിച്ചു നിൽക്കണമെന്നുള്ളൂ. അപ്പൊ ബയൺ മ്യൂണിക്ക് പോലത്തെ ഒരു ടീമിനെ ഇതിപ്പോ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മാൻഡ്രക്ക് രീതിയിലാണ് ഇപ്പോ ഹാരിക്കനെ ആക്ട് ചെയ്യുന്നത്. അതിനായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണ്ട? നമുക്ക് ഒരിക്കലും ആ രീതി ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്ലേയേഴ്സിലും ടോപ്ലെസ് ആയിട്ട്, അതിപ്പോ ഹാരിക്കൻ ഏറ്റവും നല്ല പ്ലേയേഴ്സിൽ ഒരാളാണ്, അതിനൊന്നും ആർക്കും സംശയമില്ല. ടോട്ടൻഹാമിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ശരിയാവും. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഒരു പ്ലെയർ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പല കാര്യങ്ങളും ചിലപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ എല്ലാം സെറ്റായിട്ട് ഒരു മികച്ച ടോപ്പ് സ്കോററോ അല്ലെങ്കിൽ ടോപ്പ് അസിസ്റ്ററോ രീതിയിലൊക്കെ ആയിരിക്കും തിളങ്ങിയിട്ട് ബുണ്ടസ് ലീഗൊക്കെ ജർമ്മൻ കപ്പും ഒക്കെ ബയൺ മ്യൂണിക്ക് എടുക്കില്ല എന്ന് ആര് കണ്ടു? നമുക്കങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല. എന്നാൽ നിലവിൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്നുള്ളത് സത്യമാണ്.